സൂപ്പർതാരം മോഹൻലാലെ ഇൻസ്റ്റഗ്രാമിൽ 29 പേരെയാണ് ഫോളോ ചെയ്യുന്നത്. മോഹൻലാലിന് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, രജിനെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ മോഹൻലാൽ 29 ആളുകളെ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിൽ ലയണൽ മെസ്സി ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, AR റഹ്മാൻ ഉണ്ട്. ആ ലിസ്റ്റിലെ ഒരേ ഒരു ഫുഡ് ബ്ലോഗറെ മാത്രമേ ഉള്ളൂ, വില്ലേജ് സ്പൈസസ് എന്ന യൂട്യൂബർ, ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി നസീർ. ആ രുചി വൈഭവത്തിന് പിന്നിലെ ഒരു വലിയ അതിജീവനത്തിന്റെ കഥ കൂടിയുണ്ട്. വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മീൻ പീര വറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതേ രീതിയിൽ മീൻ ഒഴിവാക്കിക്കൊണ്ട് ഈ കോവയ്ക്കായി, മുരിങ്ങയ്ക്കായി, മാങ്ങയൊക്കെ വെച്ച് ആ മീൻ പീര ടേസ്റ്റ് ചെയ്യാം. വിവാഹ സൽക്കാരങ്ങളിലും വിരുന്നുകളിലും കലവറ കൈയടക്കിയിരുന്ന നസീറിന്റെ രുചിവൈഭവത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴ്ത്തിയത് കോവിഡാണ്. പ്രിയ തൊഴിൽ ചെയ്യാനാകാതെ വിഷമിച്ചു നിന്ന അച്ഛനെ മക്കളാണ് യൂട്യൂബിലെത്തിച്ചത്. ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ ആ കൊറോണ കഴിഞ്ഞതിൻ്റെ ഒരു സമയം പൊതുവെ ഞങ്ങളെപ്പോലുള്ള പാചകക്കാർക്ക് പണി കുറവായിരുന്നു. അപ്പം നമുക്ക് ഒരു പരീക്ഷണം നടത്താം എന്ന് മകൻ പറഞ്ഞു. കുറേ നാളായില്ലേ പാചകമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളല്ലേ, നമുക്കങ്ങനെ യൂട്യൂബിൻ്റെ അകത്തൊന്ന് ചെയ്തു നോക്കിയാലോ. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരാൻ കാരണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഈ പാചകമായിട്ട് ബന്ധപ്പെട്ട്. കൂടുതൽ വലിയ വലിയ ജോലികളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് എനിക്കൊരു വല്ലാഴിക വന്നു, സുഖമില്ലാതെ. എന്നെപ്പോലെ തന്നെ പല പാചകക്കാർക്കും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രതിസന്ധികളുണ്ടായി. ആകെപ്പാടെ വീട്ടിലെല്ലാവരും വിഷമിച്ചു. കാര്യം ഇനി എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അതിൽ നിന്നൊക്കെ പിടിച്ചു കയറി എന്ന് വേണം പറയാൻ. ഒരു നുള്ള സ്നേഹവും ഒരു കൈപ്പിടി പരിശ്രമവും ചേർന്നപ്പോൾ വീഡിയോകൾ ഓരോന്നും ക്ലിക്കായി. പ്രിയതാരം മോഹൻലാൽ വരെ ഫോളോവറായി. ഞങ്ങളെല്ലാം ആകെപ്പാടെ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. കാര്യം ലാലേട്ടനെ പോലെ ഒരു വലിയ ലോകം അറിയുന്ന ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച് ആ മനസ്സിനും നന്ദി പറയാണ് ലാലേട്ടനോട്. കാര്യം എന്നെക്കാണ്ടൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബർമാർ പല മേഖലയിലും ഉണ്ട് അല്ലേ. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയത്. അന്നന്ന് ചന്തയിൽ കിട്ടുന്ന പച്ചക്കറികളാണ് സ്പെഷ്യൽ ഏതെന്ന് നിശ്ചയിക്കുന്നത്. നാടൻ വിഭവങ്ങൾക്കൊപ്പം നസീറിന്റെ അവതരണ രീതിയും കൈകോർക്കുമ്പോൾ പാചകം കാലത്തിനൊപ്പം മാറുന്ന കലാരൂപമാകുന്നു. വീടുകളിലും അടുക്കളപ്പുറത്തും അങ്ങനെയൊക്കെയാണ് പാചകം കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരവിടെ വരും. അപ്പോൾ അവരൊക്കെ പല ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരും. അവരൊക്കെ പാചകപ്പരയിലേക്ക് ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുമായിട്ടൊക്കെ നമ്മൾ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും. എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സൗഹൃദത്തോട്ടേക്ക് മാത്രമേ ഈ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല, അങ്ങ് അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നത്. മോഹൻലാലിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തിലാണ് നസീറും കുടുംബവും. അപ്പോൾ ഏതായാലും ഇനിയും ഇത്